ജീവിതമേ ഒരു പരീക്ഷണമാണല്ലോ. അപ്പം ഈ പരീക്ഷണങ്ങളൊക്കെ എന്ത്? അപ്പം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് എൻ്റെ കയ്യിൽ കുറേ സ്പിനാച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ തപ്പിയപ്പോഴാണ് എന്തൊക്കെയോ കുറേ വീഡിയോസ് കണ്ട് അതിൽ നിന്നൊക്കെ പലതും പലതും മിക്സ് ചെയ്ത് ഞാനൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചത്. സംഭവം ഒരു മിക്സിയിലേക്ക് കുറച്ച് സ്പിനാച്ചും വെളുത്തുള്ളിയും മുളകും ചുമന്ന മുളകും എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. പിന്നെ ചിക്കൻ പ്രോട്ടീനൊക്കെ ആണല്ലോ, ഒരു ഭംഗിക്ക് അതുമാകാം. അപ്പം ഇതെന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മൾ യൂഷ്വലി മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ ആക്കി വെക്കുമല്ലോ, അതേ സംഭവമാണ്. അതൊരു അരമണിക്കൂർ ഇങ്ങനെ സെറ്റാവാൻ വെച്ചിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ വളരെ സിമ്പിൾ സാധനങ്ങളെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പേരിനൊരു എണ്ണ, അതായത് അടി പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ, അതിലേക്ക് ചിക്കൻ പീസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ ഞാനിത് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെച്ചു. പിന്നെ അതേ പാനിലേക്ക്, എനിക്ക് 100 പാൻസ് എടുത്ത് കഴുകാനുള്ള ക്ഷമയൊന്നുമില്ല. സോ അതേ പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇടുക, ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും ആഡ് ചെയ്യുക. അതൊന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ ഈ മിക്സിയിലുള്ള നമ്മൾ അരച്ച് വെച്ച സാധനം ഉണ്ടല്ലോ അതങ്ങോട്ട് മിക്സ് ആക്കുക. എന്നിട്ട് അത് കുറച്ച് നല്ലോണം ഇളക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കാത്ത സാധനം ആഡ് ചെയ്യണം, മനസ്സിലായല്ലോ? ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല പല പരീക്ഷണത്തിന് പല പല റൈസ് പൊട്ടിച്ച് അതെപ്പോഴും ഒരു മൂലയ്ക്ക് ഞാൻ വയ്ക്കും. സോ ഇപ്പം എനിക്കിനി പൊട്ടിക്കാത്തൊരു ബസ്മതിയാണുള്ളത്, അതിനെനിക്ക് പൊട്ടിക്കാൻ വയ്യ. മട്ട റൈസ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ കുറേ സമയം എടുക്കുമല്ലോ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. തുറന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ കുറച്ചൊരു വാട്ടർ കണ്ടൻറ്റ്, അതായത് ഒരു 10-15 മിനിറ്റും കൂടെ വേവിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ചിക്കൻ അവിടെ വെച്ചത് ആഡ് ചെയ്തു. കാരണം കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വളരെ സൂക്ഷിച്ച് ഊതൊക്കെ ചെയ്ത് തണിച്ചിട്ടൊക്കെയാണ് വായിലിട്ടത് എന്ന് വിചാരിച്ചെങ്കിലും നല്ല ചൂടായിരുന്നു. ഇതേ ആയിരുന്നില്ല, എൻ്റെ വായി പൊള്ളിപ്പോയി, നാക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും സ്പിനാച്ചോൺ ഉണ്ടാക്കിയൊരു സാധനത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാക്കൊക്കെ പൊള്ളിയെങ്കിലും സംഭവം കൊള്ളാം.